കുക്കുംബറിൽ തന്നെ 2 വെറൈറ്റികളുണ്ടല്ലോ, സ്നോ വൈറ്റും അതേപോലെ തന്നെ പച്ചയും. ഇത് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. സ്നോ വൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പച്ച കുക്കുംബർ നമുക്ക് കുറച്ചൊന്ന് മൂത്ത് പോയി കഴിഞ്ഞാൽ ചെറിയ കയ്പ്പുണ്ടാവും. പെട്ടെന്ന് നമ്മൾ ഈ കുക്കുംബർ ചെറുതായിരിക്കുമ്പോൾ തന്നെ പറിച്ചെടുത്തില്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പച്ച കുക്കുംബറിന്. ഈ സ്നോ വൈറ്റ് കുക്കുംബറിന് ആ പ്രശ്നമില്ല കേട്ടോ. കുറച്ച് മൂത്ത് പോയാലും നമ്മൾ തൊലി ചെത്തിക്കഴിഞ്ഞ് കഴിച്ചാലും അതിന് ആ കയ്പ്പ് ഫീൽ ചെയ്യാറില്ല കേട്ടോ. ഇത് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് സ്നോ വൈറ്റിൻ്റെ തന്നെ ഇതാണ് കേട്ടോ. ഇപ്പം നിറച്ച് പൂക്കളുണ്ടാകുന്നുണ്ട്, കായകളുണ്ടാകുന്നുണ്ട് കണ്ടോ. എല്ലാ മുട്ടിലും തന്നെ കായകളും പൂക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കണ്ടോ, 2 സൈഡിലും നമ്മുടെ ആ PVC പന്തലില്ലേ, അതിലോട്ട് ഞാൻ 2 സൈഡിൽ കൂടെയും കുക്കുംബർ കയറ്റി വിട്ടിരിക്കുന്നതാണ്. കണ്ടോ, നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനിട്ട് കൊടുത്തേക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മാത്രമാണ്. വേറെ ഒരു വളവും ചാണകപ്പൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും, അത് മാത്രമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നട്ട് വളർത്താവുന്ന ഒരു പച്ചക്കറിയാണ് കുക്കുംബർ, സാലഡ് കുക്കുംബർ. അപ്പോൾ ഇതെല്ലാ മുട്ടിലും തന്നെ നമുക്ക് ഇതേപോലെ പൂക്കളുണ്ടായി കായകളുണ്ടാകാനായിട്ട് തുടങ്ങും കേട്ടോ.